എന്നാൽ ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും അനാലിസിസൊക്കെ ആയിട്ട് നമ്മുടെ ഇൻഹൗസ് എക്സ്പെർട്ട് ശ്രീ പ്രദീപ് ചന്ദ്രശേഖർ സാർ ഇപ്പോൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. Sir, good morning and welcome to the show. Morning Vishnu, morning viewers. സർ, എന്തായാലും നമുക്ക് ആദ്യം കമ്മോഡിറ്റി മാർക്കറ്റിൻ്റെ ഒരു വ്യൂ തന്നെ നോക്കാം. കമ്മോഡിറ്റി മാർക്കറ്റിനെ സംബന്ധിച്ച് ബ്രെൻഡ് WT ക്രൂഡൊക്കെ ഇന്നൊരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഈ മണിക്കൂറിൽ ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. താങ്കളുടെ എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ ഈ ക്രൂഡ് മാർക്കറ്റിൽ എന്താണ്? വിഷ്ണു, ക്രൂഡിൻ്റെ കേസിലും WT ക്രൂഡിൻ്റെ കേസിലും അതുപോലെ തന്നെ ബ്രെൻഡ് ക്രൂഡിൻ്റെ കേസിലും ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിക്കഴിഞ്ഞു. അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. നമ്മൾ WTI ക്രൂഡിന്റെ കേസിൽ ഇനി ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ റെസിസ്റ്റൻസ് $62 ലെവൽ. കൈവശം ഓൾറെഡി നമുക്ക് ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ $59 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സർ, ഗോൾഡിലോട്ട് വരുമ്പോൾ ഇന്ന് നമുക്കൊരു ഇടിവാണ് കാണാൻ സാധിക്കുന്നത്. 1% ഒരു ഇടിവാണ് ഇപ്പോൾ ഇന്ന് ഗോൾഡിൽ കാണാൻ സാധിക്കുന്നത്. ഒരു ഗ്ലോബൽ ടെൻഷൻസിലൊക്കെ നോക്കുമ്പോൾ പോസിറ്റീവായൊരു വാർത്തയെ തുടർന്നുള്ള ഒരു നേരിയൊരു ഇടിവാണോ അതോ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണോ ഈ തുടർച്ചയായ ഒരു നേട്ടത്തിന് ശേഷം ഇപ്പോൾ ഇന്ന് ഗോൾഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? വിഷ്ണു, ഇന്നലത്തെ ട്രേഡിംഗ് നമ്മൾ നോക്കുമ്പോഴേക്കും സ്വർണത്തിന്റെ കേസിൽ പുതിയ ഒരു ഓൾ ടൈം ഹൈ ആയിരുന്നു നമുക്ക് വീണ്ടും കാണാൻ സാധിച്ചത്. തുടർച്ചയായിട്ട് നമുക്കൊരു മൂന്നാമത്തെ സെഷനിലായിരുന്നു ഇന്നലെ നമുക്ക് ഒരു ഓൾ ടൈം ഹൈ നൽകിയത്. സോ കറന്റ് ലെവൽസിൽ തീർച്ചയായിട്ടും സ്വർണത്തിന്റെ വാല്യുവേഷൻ ഓവർ സ്ട്രെച്ച്ഡ് ആയിട്ടാണ് കാണുന്നത്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്റ്റോപ്പ് ലോസ് ലെവല് $4745 ആയിരിക്കണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. കാര്യം പ്രോഫിറ്റ് ടേക്കിങ്ങിന് ഒരു ഹൈ പോസിബിലിറ്റി കാണുന്നുണ്ട്. സാറിന് US മാർക്കറ്റിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. ഡൗ ജോൺസ്, S&P കൂടാതെ നാസ്ഡാക്ക് പ്രധാനപ്പെട്ട ഈ ഒരു 3 ഇൻഡെക്സിലും 1% മുകളിലേക്കൊക്കെ ഉള്ളൊരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് US മാർക്കറ്റിൽ ഇപ്പോൾ ഒരു ക്ലോസിംഗ് നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മൊത്തത്തിലൊരു പോസിറ്റീവ് ട്രെൻഡിലോട്ട് അല്ലെങ്കിൽ പോസിറ്റീവായ രീതിയിലോട്ട് ഉള്ളൊരു ക്ലോസിംഗ് എടുക്കാൻ US മാർക്കറ്റിന് സാധിച്ചിട്ടുണ്ട്. താങ്കളുടെ ഒരു ടേക്ക് ഇപ്പോൾ US മാർക്കറ്റിൽ എന്താണ്? വിഷ്ണു, നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും ലോങ് ടേം ട്രെൻഡിൽ പ്രോബ്ലം ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ഷോർട്ട് ടേമിൽ നമുക്കൊരു അല്പം വോളറ്റിലിറ്റി, അല്പം ഒരു പ്രോബ്ലം കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 48,400 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. നമുക്ക് ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് ഡൗ ജോൺസിൽ കാണാൻ സാധിക്കണമെങ്കിൽ 49,625 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. നമ്മൾ ചില മേജർ സെക്ടേഴ്സ് നോക്കുമ്പോഴേക്കും ബാങ്കിങ് സെക്ടർ നോക്കുമ്പോഴേക്കും നമുക്ക് ഇന്നലെ ഒരു മിക്സഡ് ബാഗ് ആയിരുന്നു കാണാൻ സാധിച്ചത്. ഫോർ എക്സാമ്പിൾ ബാങ്ക് ഓഫ് അമേരിക്കയുടെ കേസിൽ വീണ്ടും സെല്ലിംഗ് പ്രഷർ ആയിരുന്നു കാണാൻ സാധിച്ചത്. JP മോർഗന്റെ കേസിലും സെല്ലിംഗ് പ്രഷർ കാണാൻ ഇടയായി. ബട്ട് നമ്മൾ സിറ്റി ബാങ്ക് നോക്കുമ്പോഴേക്കും അതിലൊരു ഷോർട്ട് കവറിംഗ്, ഗോൾഡ്മാൻ സാക്സ് ആൻഡ് ബ്ലാക്ക് റോക്ക് നോക്കുമ്പോഴേക്കും നമുക്കൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഈ 2 സ്റ്റോക്കിലും കാണാൻ സാധിച്ചിരുന്നു. കാറ്റർപില്ലറിന്റെ സ്റ്റോക്കിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് വീണ്ടും ഫോം ആയിട്ടുണ്ട്. നമുക്ക് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. ആൻഡ് അറ്റ് ദ സെയിം ടൈം സെലക്റ്റീവ് ആയിട്ട് നമുക്ക് ചില ഫാർമസ്യൂട്ടിക്കൽ സ്റ്റോക്സ്, ഫോർ എക്സാമ്പിൾ മെർക്ക് ആൻഡ് കോ, ബയോജൻ, അതുപോലെ തന്നെ CG ഓങ്കോളജിയിലൊക്കെ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് ലെവൽ 26,000 പോയിന്റ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താലേ ഷോർട്ട് ടേമിൽ ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കത്തുള്ളൂ. ടെക്നോളജി സ്റ്റോക്സിലെ കറന്റ് ലെവൽസിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. മേജർ സപ്പോർട്ട് നാസ്ഡാക്കിൽ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 24,800 പോയിന്റ്. ഇനി ഇന്ത്യൻ മാർക്കറ്റിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. നിഫ്റ്റി 50യെ സംബന്ധിച്ച് ഇന്നലെ ഒരു ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്ത് 25,157 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. എന്തായാലും മാർക്കറ്റിൻ്റെ ഒരു ഫസ്റ്റ് അവറിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ വലിയ രീതിയിലേക്ക് ഒരു ഇടിവിലോട്ട് മൂവ് ചെയ്ത മാർക്കറ്റ് എന്തായാലും പിന്നീട് ഒരു റിക്കവറി എടുത്തുകൊണ്ടുള്ളൊരു നേരിയ ഒരു ഇടിവൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ടൊരു ക്ലോസിംഗ് ആണ് നിഫ്റ്റി 50 രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. എന്തായാലും താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ നിഫ്റ്റി 50യിൽ എന്താണ്? ഒപ്പം വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? വിഷ്ണു, നിഫ്റ്റി 50യുടെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്ക് വീക്ക്നെസ് കാണാൻ സാധിക്കുന്നത്. ബട്ട് കഴിഞ്ഞ ഒരു 5-8 ട്രേഡിംഗ് സെഷൻസിൽ ഇത്രയും ശക്തമായിട്ടൊരു ഓഫിനെ തുടർന്ന് നമുക്ക് ഷോർട്ട് കവറിംഗ് പ്രിപ്പയർഡ് ആയിരിക്കാം. കറന്റ് ലെവൽസിൽ നൈദർ ലോങ് പൊസിഷൻ നോർ ഷോർട്ട് പൊസിഷൻ പുതിയതായിട്ട് അഡ്വൈസ് ചെയ്യുന്നു. കറന്റ്ലി ഓൾറെഡി ഷോർട്ട് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻസ് വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കണം. മാർക്കറ്റിൽ ഷോർട്ട് കവറിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ അത് ഒരു ബൈയിങ് അവസരമായിട്ട് ഉപയോഗിക്കരുത്. കാര്യം നിഫ്റ്റി 50യുടെ കേസിൽ ആദ്യം തന്നെ 26,000 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നിഫ്റ്റി 50 വീണ്ടും ഒരു സേഫ് സോണിലോട്ട് എത്തിച്ചേരാൻ പോകുന്നുള്ളൂ. സാർ, ഈ ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ ആണ് അറിയേണ്ടത്. ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച് ഇതിൽ നിഫ്റ്റി 50 അപേക്ഷിച്ച് നോക്കുമ്പോൾ അല്പം കൂടി ഒരു വീക്ക്നെസ് ആയിരുന്നു നമുക്ക് കാണാൻ
സാധിച്ചത് 58,800 എന്നൊരു നിലയിലാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത്. ബാങ്കിങ് ഈ ഒരു ഇൻഡെക്സിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എന്താണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ഇന്നലത്തെ ഇടിവിനെ തുടർന്ന് ഷോർട്ട് ടേം സൈഡ് വേസ് ആയി മാറിയിട്ടുണ്ട്. സോ ഈ ഒരു ഇൻഡെക്സ് കേസിലും ഷോർട്ട് കവറിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 59,650. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്ക് വീണ്ടും നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലെ ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കത്തുള്ളൂ. സാർ, ഇന്നലെ ഇടിവ് രേഖപ്പെടുത്തിയ ഒരു മാർക്കറ്റിൽ നമ്മൾ ഇന്നലെ ഓയിൽ ആൻഡ് ഗ്യാസിൻ്റെ ഒരു ഇൻഡെക്സ് നോക്കുമ്പോൾ ഒരു മികച്ച മുന്നേറ്റം അല്ലെങ്കിൽ ഒരു 0.3% ഒരു നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഒരു സമയത്ത് ഒരു മികച്ച മുന്നേറ്റം വരെ രേഖപ്പെടുത്തിയതിന് ശേഷമാണ് അല്പം ഒരു ഇടിവ് ഉണ്ടായത്, അല്ലെങ്കിൽ ഒരു നേട്ടത്തിലൊരു ഇടിവുണ്ടായത്. എന്നിരുന്നാൽ തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ക്ലോസിംഗ് എടുക്കാൻ ഓയിൽ ആൻഡ് ഗ്യാസിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഈ ഒരു ഇൻഡെക്സിൽ എന്താണ്? വിഷ്ണു, ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡെക്സിന്റെ കേസിൽ ജാനുവരി 5 ശേഷം തുടർച്ചയായിട്ട് നമുക്ക് സെല്ലിംഗ് പ്രഷറായിരുന്നു കാണാൻ സാധിച്ചത്. ഇന്നത്തെ മാർക്കറ്റിൽ നമ്മൾ കണ്ടിരിക്കുന്ന ആ ഒരു റിക്കവറി ഇറ്റ് ഈസ് ഓൺലി ഷോർട്ട് കവറിംഗ്. ഓയിൽ ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 11,850, 11,850 മുകളിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്ക് ബുള്ളിഷ് ട്രെൻഡ് റിവേഴ്സൽ കൺഫേം സാധിക്കത്തുള്ളൂ. എങ്കിലും ഈ സെക്ടറിൽ നിന്ന് ഒരു മേജർ സ്റ്റോക്കിന്റെ ശ്രദ്ധയിലോട്ട് വന്നിരിക്കുന്നത് ഇറ്റ് ഈസ് ONGC. ONGCയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ നമുക്ക് കറന്റ് ലെവൽസിൽ പുതിയ പൊസിഷൻ എടുക്കാൻ ശ്രമിക്കാം. 238 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 250 രൂപയായിരിക്കും. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കും. ഓയിൽ ഇന്ത്യയുടെ കേസിലും നല്ലൊരു ഹെൽത്തി കറക്ഷന് ശേഷം നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോമായി വരുന്നത്. ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് ഈ സ്റ്റോക്കിൽ ശ്രദ്ധിക്കേണ്ടത് 437 രൂപ. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ പിന്നീടുള്ള മേജർ റെസിസ്റ്റൻസ് 460. സാർ, അടുത്ത അറിയേണ്ടത് നമുക്ക് ഇൻഡെക്സിൻ്റെ ഒരു വ്യൂ ആണ്. ഇന്നലെ നമ്മൾ ഹിന്ദ് കോപ്പർ ഉൾപ്പെടെയുള്ള ഓഹരികളിലേക്ക് ഒരു വ്യൂ ഇന്നലെ നമ്മുടെ ഇന്നലത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരുന്നു. അതായത് ഹിന്ദ് കോപ്പർ ഇന്നലെ ഒരു ടോപ്പ് ഗെയിനറായിട്ട് ഈ ഇൻഡെക്സിൽ ക്ലോസ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. 4.9% നേട്ടമാണ്. കൂടാതെ ഹിൻസിംഗ്, ഹിൻഡൽകോ, JSW സ്റ്റീൽ തുടങ്ങിയ പ്രധാനപ്പെട്ട ഇൻഡെക്സ് ഓഹരികളിലൊക്കെ ഒരു മുന്നേറ്റം ഇന്നലെ ഈ ഒരു മെറ്റൽ ഇൻഡെക്സിൽ കാണാൻ സാധിച്ചിരുന്നു. മെറ്റൽ ഇൻഡെക്സിൽ താങ്കളുടെ ഇപ്പോഴത്തെ ഒരു ടേക്ക് എന്താണ്? മെറ്റൽ ഇൻഡെക്സിന്റെ കേസിൽ അറ്റ് ദ മൊമെന്റ് നമുക്ക് വീക്ക്നെസ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 11,200 പോയിന്റ്സ്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഷോർട്ട് ടേമിൽ വീക്ക്നെസ് കാണാൻ സാധിക്കത്തുള്ളൂ. അറ്റ് ദ സെയിം ടൈം മേജർ റെസിസ്റ്റൻസിന് വേണ്ടി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവൽ 11,800 പോയിന്റ്സ്. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കും. നമുക്ക് ഇന്നലെ ഹിന്ദുസ്ഥാൻ കോപ്പർ പല മെറ്റൽ സ്റ്റോക്സിലും ബുള്ളിഷ് ക്ലോസ് കാണാൻ സാധിച്ചെങ്കിലും കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നില്ല. കാര്യം നമുക്ക് റിസ്ക് ടു റിവാർഡ് റേഷ്യോ അറ്റ് ദ മൊമെന്റ് ഫേവറബിൾ ആയിട്ടല്ല കാണുന്നത്. ഹിന്ദ് കോപ്പറിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 520 രൂപയായിരിക്കണം. ഹിൻഡാൽക്കോയുടെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 920. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 890. സാറിന് ഈ ബഡ്ജറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ചോദിക്കാനുള്ളത്. താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ, അതായത് ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? ഏതെങ്കിലും രീതിയിലുള്ള ഒരു കുറവ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അല്ലെങ്കിൽ STT പോലുള്ള കാര്യങ്ങളിൽ ഉണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ടോ? ഇനി അത്തരത്തിലുള്ളൊരു കാര്യം ഉണ്ടായാൽ തന്നെ മാർക്കറ്റ് എങ്ങനെയായിരിക്കും അതിനോട് പ്രതികരിക്കുക എന്നാണ് താങ്കളുടെ ഒരു വിലയിരുത്തലായിട്ട് ഇപ്പോൾ പറയാനുള്ളത്? വിഷ്ണു, അറ്റ് ദ മൊമെന്റ് എനിക്ക് തോന്നുന്നില്ല ഫിനാൻസ് മിനിസ്റ്ററിന്റെ ഭാഗത്തിൽ നിന്നും ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സിൽ ഒരു ചേഞ്ച് കൊണ്ടുവരുമെന്ന്. അങ്ങനെ ഒരു ആൻഡ് എസ്പെഷ്യലി ക്യാപിറ്റൽ ഗെയിൻ ടാക്സിന്റെ കേസിൽ എനിക്ക് തോന്നുന്നില്ല ഒരു ചേഞ്ചും വരുമെന്ന്. STTയുടെ കേസിൽ ചേഞ്ചസ് വരാൻ ദർ ഇസ് എ റിമോട്ട് പോസിബിലിറ്റി. അങ്ങനെ STTയിൽ എവിടെയെങ്കിലും ഒരു കട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നാച്ചുറലി ഷോർട്ട് ടേമിലെങ്കിലും അത് ഇറ്റ് വിൽ ബി acting as a bullish sentiment for the market. But generally speaking, as far as capital market is concerned, എനിക്ക് തോന്നുന്നില്ല ബഡ്ജറ്റിൽ ഫാർ റീച്ചിങ് ആയിട്ട് ഒരു ചേഞ്ചും വരുമെന്ന്. സാർ, നമുക്ക് സ്റ്റോക്ക് ഇൻ ഫോക്കസിലോട്ട് പോകാം. ആദ്യം ചോദിക്കാനുള്ളത് ഡോക്ടർ റെഡ്ഡിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ ആണ്. ഏതായാലും ഇന്നലെ ഒരു Q3 വന്നപ്പോൾ ലാഭത്തിൽ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 14.4% കുറവാണ് രേഖപ്പെടുത്തിയത്. വരുമാനത്തിൽ 4.4% ഒരു വർധനവും രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. ഏതായാലും ഡോക്ടർ റെഡ്ഡിയെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഒരു സൈഡ് വൈസ് പാറ്റേൺ ആണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഓവറോൾ കാണാൻ സാധിക്കുന്നത്. താങ്കളുടെ ഒരു ടേക്ക് എന്താണ് ഈ ഒരു ഓഹരിയിൽ ഇപ്പോൾ ഉള്ളത്?
വിഷ്ണു, ഡോക്ടർ റെഡ്ഡിയുടെ കേസിൽ ഡിസംബർ 19 ശേഷം വലിയൊരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നത്. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. ലെവൽസിൽ നമുക്ക് ഇതിന്റെ ബോട്ടം കണ്ടുവന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. സാർ, നമുക്ക് എറ്റേണലിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. ഏതായാലും ഇത്തവണത്തെ ഒരു ലാഭം നോക്കുമ്പോൾ 72% ഉയർച്ച, 102 കോടിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വരുമാനത്തിൽ 202% ഒരു വർധനവും രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നുണ്ട്. ഏതായാലും ഓഹരിയെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു ഒക്ടോബറിലായിരുന്നു ഒരു ഓൾ ടൈം ഹൈ എടുത്തത്. അതിന് ശേഷം പിന്നീട് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പാദഫലങ്ങൾക്ക് പിന്നാലെ ഒരു ട്രെൻഡ് റിവേഴ്സൽ സാധ്യത, അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈമിലുള്ള ബെയറിഷ് മൂവ്മെൻറ്റ് മാറാനുള്ളൊരു സാധ്യത കാണുന്നുണ്ടോ? അറ്റ് ദ മൊമെന്റ് നമുക്ക് ഇതിന്റെ ബോട്ടം കണ്ടുവന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. എങ്കിലും നമുക്ക് ശ്രദ്ധിച്ചിരിക്കാവുന്ന ഒരു മേജർ റെസിസ്റ്റൻസ് 302 രൂപ. ആ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്താൽ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ സ്ഥിരീകരിക്കാൻ സാധിക്കും. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 265 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അടുത്തൊരു Q3 ഡിസ്കസ് ചെയ്യാനുള്ളത് ജിൻഡാൽ സ്റ്റെയിൻലെസ് ആണ്. ലാഭത്തിൽ 26.6% ഒരു ഉയർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. വരുമാനത്തിൽ 6.2% ഒരു ഉയർച്ചയാണ് രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്. ഏതായാലും ഓഹരിയുടെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഈ ഒരു മാസം ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം പിന്നീട് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഇന്നലത്തെ ഒരു ലാസ്റ്റ് ട്രേഡിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 749 എന്നൊരു പ്രൈസിലാണ് ക്ലോസ് ചെയ്തത്. 1.26% ഇടിവായിരുന്നു ഇന്നലെ രേഖപ്പെടുത്തിയത്. വിഷ്ണു, എനിക്ക് ജിൻഡാൽ സ്റ്റീലിന്റെ ഡേറ്റ ഇപ്പൊ ലഭ്യമല്ല. ഇത് അടുത്ത സെഷനിൽ കവർ ചെയ്യാം. സാറെങ്കിൽ നമ്മുടെ അടുത്തൊരു ഓഹരി എന്ന് പറയുന്നത് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ബാങ്ക് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ച് ലാഭത്തിൽ 7% വർധനവാണ് രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്. നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ 6.4% വർദ്ധിച്ചിട്ടുണ്ട്. ഏതായാലും ബാങ്കിൻ്റെ ഒരു ട്രേഡിംഗ് ഇന്നലെ 1.42% ഇടിവിൽ 157 എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. നമുക്ക് മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ സെപ്റ്റംബർ മുതൽ നേരിയ ഒരു നേട്ടം രേഖപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. താങ്കളുടെ ഒരു ടേക്ക് ബാങ്ക് ഓഫ് ഇന്ത്യ ഓഹരികളിൽ എന്താണ്? ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസിൽ നമുക്ക് മറ്റ് പല PSU ബാങ്കിങ് സ്റ്റോക്സിനോടൊപ്പം തന്നെ വലിയൊരു നേട്ടം കഴിഞ്ഞ ഒരു 5-6 ആഴ്ചക്കിടെ കാണാൻ സാധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ കണ്ടിരിക്കുന്ന ആ ഇടിവ് ഇറ്റ് ഈസ് ഓൺലി വെരി നോർമൽ ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ്. നമ്മൾ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 145. ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരം ലഭിക്കും. സാറിന് FMCG എന്നുള്ള ബജാജ് കൺസ്യൂമർ കെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു വ്യൂ ആണ് അറിയേണ്ടത്. ലാഭത്തിൽ 83% ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉയർച്ച. വരുമാനത്തിൽ 30.6% ഉയർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞൊരു വർഷത്തെ നേട്ടം നോക്കുമ്പോൾ മാർച്ചിന് ശേഷം പിന്നീട് അങ്ങോട്ടൊരു 100%ൻ്റെയൊക്കെ ഒരു റിട്ടേൺ നൽകിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞൊരു 2-3 മാസങ്ങളിലായി നേരിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് മന്ത്ലി ട്രേഡിങ്ങിൽ കാണുന്നുണ്ട്. 247 എന്നൊരു പ്രൈസിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ എന്നാൽ ഒരു 5% ഇടിവായിരുന്നു രേഖപ്പെടുത്തിയത്. താങ്കളുടെ ഒരു ടേക്ക് ബജാജ് കൺസ്യൂമർ കെയറിൽ എന്താണുള്ളത്? ബജാജ് കൺസ്യൂമറിന്റെ കേസിൽ നമുക്ക് നവംബർ മാസത്തിന് ശേഷം ഒരു ഗ്രാജുവൽ സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നത്. ആൻഡ് എസ്പെഷ്യലി കഴിഞ്ഞ ഒരാഴ്ചത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ആ ഒരു സെല്ലിംഗ് പ്രഷറിൽ കുറെ കൂടെ ശക്തി കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 230 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. നമ്മൾ ഇതിനോടൊപ്പം തന്നെ ഇന്നലത്തെ ടാറ്റ കൺസ്യൂമറിന്റെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോൾ നമുക്കൊരു അല്പം സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. ടാറ്റ കൺസ്യൂമറിൽ ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 1120 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഹിന്ദുസ്ഥാൻ യൂണിയൻ ലിവർ നോക്കുമ്പോഴേക്കും ഡിസംബർ മാസത്തിന് ശേഷം ഗ്രാജുവലി ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്കിൽ നമുക്കൊരു ബുള്ളിഷ് ട്രെൻഡ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. ഇതിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 2470. ഇനി ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൻ്റെ ഒരു വ്യൂ അറിയേണ്ടതുണ്ട്. ലാഭം 57% ഉയർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. വരുമാനത്തിൽ 4.1% ഉയർച്ചയാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞൊരു മാർച്ചിന് ശേഷം നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 46% റിട്ടേൺ ആണ് ഓഹരി നൽകിയതായിട്ട് കാണുന്നത്. ഇന്നലത്തെ ട്രേഡിങ്ങിൽ 2.18% ഒരു ഇടിവായിരുന്നു ഉണ്ടായിരുന്നത്. 429 ഇപ്പോഴത്തെ ഒരു കറന്റ് പ്രൈസ്. ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൽ താങ്കളുടെ ഇപ്പോഴത്തെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? വിഷ്ണു, ഇന്ന് നേരത്തെ നമ്മൾ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡെക്സിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ആ ഒരു സെക്ടർ നോക്കുമ്പോഴേക്കും 2 സ്റ്റോക്കിൽ മാത്രമേ നമുക്ക് ഒരു അല്പം ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കുന്നുള്ളൂ. ഓയിൽ ഇന്ത്യ ആൻഡ് ONGC. നമ്മൾ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ് ലൈക്ക് ഹിന്ദുസ്ഥാൻ പെട്രോളിയം, IOC,
അതുപോലെ തന്നെ ഭാരത് പെട്രോളിയം ഒക്കെ നോക്കുമ്പോഴേക്കും നമുക്ക് അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നത്. ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ കേസിൽ നമുക്ക് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 423 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 463 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ഓയിൽ മാർക്കറ്റിംഗ് സ്റ്റോക്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട രണ്ട് ഫാക്ടേഴ്സ്: ആദ്യം തന്നെ ക്രൂഡ് ഓയിലിന്റെ വില, രണ്ടാമത്തെ ഇന്ത്യൻ റുപ്പിയുടെ ഡിപ്രിസിയേഷൻ അഗേൻസ്റ്റ് ദ അമേരിക്കൻ ഡോളർ. ഇന്നലത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും നമുക്ക് ഇന്ത്യൻ റുപ്പി ഒരു റെക്കോർഡ് ലോ ലെവലിലായിരുന്നു അമേരിക്കൻ ഡോളറിന് അഗേൻസ്റ്റ് ആയിട്ട് ക്ലോസ് ചെയ്തത്. അതേസമയം ഇന്ന് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ക്രൂഡ് ഓയിലിന്റെ അണ്ടർടോൺ ബുള്ളിഷായി മാറിക്കൊണ്ടിരിക്കുന്നു. ഈ രണ്ട് ഫാക്ടേഴ്സും ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസിന് പോസിറ്റീവായിട്ടുള്ളൊരു വാർത്തയല്ല. ഇനി BSEയുടെ വ്യൂ ആണ് അറിയേണ്ടത്. BSEയെ സംബന്ധിച്ച് 2628 ഇപ്പോഴത്തെ ഒരു ലാസ്റ്റ് ട്രേഡിംഗ് പ്രൈസ്. ഇന്നലെ 1% അടുത്തൊരു ഇടിവാണ് രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്. ഓഹരിയെ സംബന്ധിച്ച് ഇപ്പോഴൊരു ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞൊരു മാസം ഒരു ഹയർ ലെവലിൽ നിന്നൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. BSEയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? പുതിയൊരു ഓൾ ടൈം ഹൈയിലോട്ട് പോകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ടോ? വിഷ്ണു, BSEയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 2518 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അടുത്ത 2-3 സെഷൻസിൽ ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ ലോ റിസ്കിൽ ബൈങ് അവസരം ലഭിക്കും. സോ ലെറ്റ് us വെയിറ്റ് ആൻഡ് വാച്ച്. അടുത്തൊരു ഓഹരി പേടിഎം ആണ്. പേടിഎം 4% ഇടിവാണ് രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്. 1235 ഇപ്പോഴത്തെ ഒരു ലാസ്റ്റ് ട്രേഡിംഗ് പ്രൈസ്. അതായത് ഓഹരിയെ സംബന്ധിച്ച് നമ്മളൊരു മാർച്ചിന് ശേഷം ഒരു റിട്ടേൺ നോക്കുമ്പോൾ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മാർച്ചിന് ശേഷം നമുക്ക് കാണുന്നത് 79% റിട്ടേൺ ആണ് ഇതുവരെ നൽകിയിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ 2-3 മാസങ്ങളായി നേരിയ ഒരു സൈഡ് വൈസ് പാറ്റേണും കാണാൻ സാധിക്കുന്നുണ്ട്. പേടിഎമ്മിൻ്റെ ഓഹരികൾ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? വിഷ്ണു, കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിലെ പേടിഎമ്മിന്റെ കേസിൽ നമുക്കൊരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ഷോർട്ട് ടേമിൽ നമുക്ക് വീക്ക്നെസ് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിൽ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 1218 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. സാറിന് HALൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. HALനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ ഓഹരി രേഖപ്പെടുത്തിയ 2% ഇടിവായിരുന്നു. 4259 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, ഹാല് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നിഫ്റ്റി ഡിഫൻസ് ഇൻഡെക്സിലോട്ടും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു. നിഫ്റ്റി ഡിഫൻസ് ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് ഡിസംബർ മാസം മുതൽ ഒരു റിക്കവറി ആയിരുന്നു കാണാൻ സാധിച്ചത്. ബട്ട് എങ്കിലും കഴിഞ്ഞ 10 ട്രേഡിംഗ് സെഷൻസിൽ ഓൾമോസ്റ്റ് എല്ലാ ഡിഫൻസ് സ്റ്റോക്സിലും വീണ്ടും ഹെവി സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നത്. അതിനെ തുടർന്ന് നിലവിലുണ്ടായിരുന്ന ആ ഒരു ബുള്ളിഷ് സെറ്റപ്പ് നെഗേറ്റ് ചെയ്തു പോയിട്ടുണ്ട്. നമ്മൾ ഡിഫൻസ് ഇൻഡെക്സിന്റെ കേസിൽ ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ സപ്പോർട്ട് ഏരിയ 7250 പോയിന്റ് ആയിരിക്കണം. വരും സെഷൻസിൽ ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാതെ അത് ഹോൾഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ കൺഫേം ചെയ്യാൻ സാധിക്കും. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിലോട്ട് വരുമ്പോഴേക്കും വളരെ സിമിലർ പാറ്റേൺ ആണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ സപ്പോർട്ട് 4185. വരും സെഷൻസിൽ ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചാൽ നമുക്ക് ലോ റിസ്കിൽ ബൈങ് അവസരം ലഭിക്കും. ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. സാറിന് SJVNൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. 0.61% ഇടിവാണ് രേഖപ്പെടുത്തിയത്. 71 എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് തുടരുന്നത്. മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ സ്ലൈറ്റ്ലി ഒരു ബെയറിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡിലാണ് ഇപ്പോൾ ഒരു ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത്. ഈ ഒരു ഓഹരിയെ സംബന്ധിച്ചൊരു ബോട്ടം കണ്ടോ? താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? SJVNന്റെ കേസിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഹൈ വോളറ്റിലിറ്റിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഡിസംബർ മാസത്തിൽ ഈ ഒരു സ്റ്റോക്കിന്റെ ഒരു ലോവസ്റ്റ് ലെവല് 69.85 ആയിരുന്നു. അത് ഈ മാസത്തിന്റെ തുടക്കത്തിൽ 88.80 വരെ നമുക്ക് നേട്ടം നൽകിയതിനു ശേഷം കണ്ടിന്യൂസ്ലി സെല്ലിംഗ് പ്രഷർ കഴിഞ്ഞ 2 ആഴ്ചക്കിടെ കാണാൻ സാധിക്കുന്നത്. അതിനെ തുടർന്ന് അറ്റ് ദ മൊമെന്റ് ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബെയറിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 69 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. വരും സെഷൻസിൽ ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചാൽ നമുക്ക് വീണ്ടും ലോ റിസ്കിൽ ബൈങ് അവസരം ലഭിക്കും. അറ്റ് ദ മൊമെന്റ് പുതിയ പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നുണ്ട്. സാറിന് റിലാക്സോ ഫുട്വെയറുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ ആണ് അറിയേണ്ടത്. 1% ഒരു ഇടിവാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. 360 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. ഓഹരി സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നോക്കുമ്പോൾ ഒരു നിരാശപ്പെടുന്ന ഒരു പ്രകടനമാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഓഹരിയുടെ അവസ്ഥ ഇപ്പോൾ എന്താണ്? ഒരു ട്രെൻഡ് റിവേഴ്സൽ സാധ്യതയോ അല്ലെങ്കിൽ ഒരു തിരിച്ചു വരവിനുള്ള ഒരു സാധ്യതയുണ്ട്? ഇപ്പോൾ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നവർ എന്താണ് ഈ ഒരു ഓഹരിയിൽ എടുക്കേണ്ട നിലപാട്?
വിഷ്ണു, നമ്മൾ റിലാക്സോ ഫുട്വെയർ നോക്കുമ്പോഴേക്കും ഒക്ടോബർ 2021, അതായത് കഴിഞ്ഞ ഓൾമോസ്റ്റ് 4-5 വർഷങ്ങളായിട്ട് തുടർച്ചയായിട്ട് സെല്ലിംഗ് പ്രഷർ നേരിടുന്ന ഒരു സ്റ്റോക്ക് റിലാക്സോ ഫുട്വെയർ. ആൻഡ് ഇന്നലത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഹിസ്റ്റോറിക്കൽ ലോ ലെവലിലോട്ട് എത്തിച്ചേർന്നിരിക്കുന്നത്. കറന്റ് ലെവൽസിൽ ഇതിന്റെ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പോർഷൻ ഉണ്ടെങ്കിൽ അത് വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. സാറിൻ്റെ ഒരു സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. ഇന്നലെ നമ്മൾ AU സ്മോൾ ഫിനാൻസ് ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള ഒരു ടേക്ക് ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് അറിയേണ്ടത് ESAF ആണ്. ESAFിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇന്നലെ 3.73% ഒക്കെ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് എടുക്കാൻ സാധിച്ചിരുന്നു. 28 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. താങ്കളുടെ ഒരു ടേക്ക് ഇപ്പോൾ ESAF സ്മോൾ ഫിനാൻസ് ബാങ്കിൽ എന്താണുള്ളത്? ESAFിന്റെ കേസിൽ ഒരു ബുള്ളിഷ് ട്രെൻഡ് റിവേഴ്സലിനൊരു നല്ല സെറ്റപ്പ് ഫോമായി വന്നിരിക്കുന്നത്. ഈ സ്റ്റോക്കിൽ നമുക്ക് ഡിസംബർ മാസത്തിന് ശേഷം കണ്ടിന്യൂസ് ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 31 ആയിരിക്കും. 31ന്റെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോങ് ടേം ട്രെൻഡ് റിവേഴ്സൽ സ്ഥിരീകരിക്കാൻ സാധിക്കും. സാർ, അടുത്ത് അറിയേണ്ടത് ഗോഡ്ഫ്രെ ഫിലിപ്സ് ആണ്. ഏതായാലും ഓഹരിയെ സംബന്ധിച്ച് ഇന്നലെ 2.96% ഇടിവാണ് രേഖപ്പെടുത്തിയത്. 2063 എന്നൊരു പ്രൈസിലാണ് ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. സെപ്റ്റംബറിൽ ഒരു ഓൾ ടൈം ഹൈ എടുത്തതിന് ശേഷം പിന്നീട് അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു നിരാശയാണ് ഓഹരിയിൽ കാണുന്നത്. കണ്ടിന്യൂസ്ലി ഒരു ബെയറിഷ് ട്രെൻഡ് ഇപ്പോൾ ഓഹരിയിൽ തുടരുന്നതായിട്ട് കാണുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു മാസം നോക്കുമ്പോൾ 25% ഒരു ഇടിവ് ഈ ഒരു മാസം മാത്രം ഈ ഒരു ഓഹരി രേഖപ്പെടുത്തി. ഈ ഒരു ഓഹരിയിൽ ഇപ്പോൾ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഇപ്പോൾ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നവർ എന്താണ് ചെയ്യേണ്ടത്? ഗോഡ്ഫ്രെ ഫിലിപ്സ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റിയും ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. സോ ഈ ഒരു സ്റ്റോക്കിന്റെ ബിസിനസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ടൊബാക്കോ ഇൻഡസ്ട്രി. നമുക്കറിയാം കഴിഞ്ഞ ഒരു മാസമായിട്ട് ബോത്ത് ഗോഡ്ഫ്രെ ഫിലിപ്സ് ആൻഡ് ITCയുടെ കേസിൽ വലിയ സെൽ ഓഫ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് സ്റ്റോക്കിലും നമുക്ക് ഡി റേറ്റിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് വൈൻഡപ്പ് ചെയ്യുക. കാരണം ഈ സ്റ്റോക്കിന്റെ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. ഇനി ക്യാംസിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. ക്യാംസിനെ സംബന്ധിച്ച് 1.34% ഇടിവായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. 700 എന്നൊരു പ്രൈസിലാണ് ഈ ഒരു സ്റ്റോക്കിൽ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത്. ക്യാംസിൻ്റെ ഒരു സപ്പോർട്ടർ റെസിസ്റ്റൻസ് ഏതൊക്കെ ലെവലാണ് നമുക്കിപ്പോൾ പരിഗണിക്കാൻ സാധിക്കുന്നത്? ക്യാംസിന്റെ കേസിലും ദിസ് ഇസ് എ ലോ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ ജൂൺ മാസം മുതൽ ഈ സ്റ്റോക്കിൽ കണ്ടിന്യൂസ് സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നു. അതിനെ തുടർന്ന് ഇതിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റോക്കിന്റെ കേസിലും നമുക്ക് ഇതിന്റെ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എക്സിസ്റ്റിംഗ് ലോങ് പൊസിഷൻസ് ഇമീഡിയറ്റ്ലി വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. സാറിന് സുസ്ലോണിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. 1.75% ഇടിവായിരുന്നു ഇന്നലത്തെ മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. 45 എന്നൊരു പ്രൈസിലാണ് ട്രേഡ് ചെയ്തത്. സുസ്ലോണിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ ഒരു ബെയറിഷ് ട്രെൻഡ്, എസ്പെഷ്യലി ജൂണിന് ശേഷം അത്തരത്തിലുള്ളൊരു ട്രെൻഡാണ് ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഓഹരിയെ സംബന്ധിച്ച് ഒരു ബോട്ടം, ഇപ്പോഴത്തെ ഈ ഒരു ഷോർട്ട് ടൈം ഇടിവിൻ്റെ ഒരു ബോട്ടം കണ്ടുവെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? Fortunately, no. സുസ്ലോണിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് മേജർ സപ്പോർട്ട് 45 രൂപയിലാണ് കാണുന്നത്. ദ ഓൺലി സേവിംഗ് പ്രൈസ് എന്ന് പറയാവുന്നത് കഴിഞ്ഞ 2 ആഴ്ചയിൽ ഇത്രത്തോളം ഹെവി സെല്ലിംഗ് നടന്നതിനെ തുടർന്ന് ഒരു ഷോർട്ട് കവറിംഗിന് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. ഷോർട്ട് കവറിംഗ് നടക്കുമ്പോൾ നമ്മൾ അത് ഒരിക്കലും ഒരു ട്രെൻഡ് റിവേഴ്സൽ ആയിട്ട് കരുതിയിട്ട് ഇറ്റ് ഈസ് ഓൺലി ഓപ്പർച്യൂണിറ്റി ടു വൈൻഡ് അപ്പ് ലോങ് പൊസിഷൻസ്. ഇതിൽ നമ്മൾ ഓർക്കേണ്ട ഒരു മേജർ കാര്യം, നമുക്കൊരു മേജർ ഇവന്റ് വരാനിരിക്കുന്നത് ഇറ്റ് ഈസ് ദ യൂണിയൻ ബഡ്ജറ്റ്. ആൻഡ് നമ്മൾ മാർക്കറ്റ് നോക്കുമ്പോഴേക്കും ഓവറോൾ മാർക്കറ്റിൽ നിഫ്റ്റി 50, നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ്, ഓൾമോസ്റ്റ് എല്ലാ മേജർ ഇൻഡിസസ് നോക്കുമ്പോഴും അണ്ടർ ടോണിൽ അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ കറന്റ് മാർക്കറ്റ്സിൽ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം, നമ്മൾ ചൂസി ആയിരിക്കണം. സ്മോൾ ആൻഡ് മിഡ് ക്യാപ് സ്റ്റോക്സിലൊക്കെ ഒത്തിരി വോളറ്റിലിറ്റിക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഏതായാലും നമ്മുടെ ഈ ഒരു ഇന്നത്തെ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. മാർക്കറ്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നമ്മുടെ അടുത്ത ഷോ എന്ന് പറയുന്നത് ഏതായാലും മാർക്കറ്റ് സ്ക്രീനർ ആയിരിക്കും. ഏതായാലും പ്രദീപ് സാർ നമ്മുടെ കൂടെ ഇത്ര നേരം ഉണ്ടായിരുന്നു. സാർ എന്തായാലും ഇത്രയൊരു അപ്ഡേറ്റ്സ് പ്രേക്ഷകർക്കായിട്ട് നൽകിയതിന് എന്തായാലും ഒരു താങ്ക്സ് പറയുകയാണ്. നമുക്ക് എന്തായാലും മാർക്കറ്റ് സ്ക്രീനറുമായിട്ട് ഇപ്പോൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത് സഫാൻ ആയിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്.